ഡബിൾ എക്സൽ സൈസ് കുർത്തി ഇങ്ങനെ കട്ട് ചെയ്യാൻ നോക്കട്ടെ. അപ്പോൾ കുർത്തി മെറ്റീരിയൽ നമ്മൾ മടക്കി വെച്ചിട്ടുണ്ട് ഉണ്ടാക്കിയിട്ട്. അതുപോലെ തന്നെ ലൈനിങ് മെറ്റീരിയൽ മേലെ വെച്ചിട്ടുണ്ട്. ഡബിൾ എക്സൽ ആയതുകൊണ്ട് ഷോൾഡർ 7 ഇഞ്ച്, ആം ഹോൾ 7 ഇഞ്ച്. 7 ഇഞ്ച് വേണം. ഞാൻ 6.5 മാർക്ക് ചെയ്ത് ശ്രദ്ധിച്ചില്ല. ഓക്കെ, അത് ഞാൻ പിന്നീട് വീണ്ടും 7 ഇഞ്ച് ആക്കുന്നുണ്ട്. ഷോൾഡർ 7 ഇഞ്ച്, ആം ഹോൾ 7 ഇഞ്ച് കേട്ടോ. ഈ ഒരു കണക്ക് ഓരോരുത്തരും ഓരോരോ അളവുണ്ട്. അത് മനസ്സിൽ കപ്പിട്ട് നമുക്ക് മനസ്സിലാക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കട്ട് ചെയ്യാൻ എളുപ്പമാണ്. ആം ഹോളിൻ്റെ ലൈനിൻ്റെ അവിടെ നല്ല ചെസ്റ്റ് നമ്മളൊരു 12 എടുത്തിട്ടുണ്ട്. ശേഷം കൈക്കുഴിയുടെ 1.5 നമ്മൾ കുഴിച്ച് വെട്ടി മാർക്ക് ചെയ്ത ശേഷം അതാണ് 1.5 നമ്മളിങ്ങനെ എടുത്തിട്ടുണ്ട്. ശേഷം നമുക്ക് ആ ഒരു ഇതാണ് ഇങ്ങനെയായിരിക്കും നമുക്ക് വരിക. ഇനി കുറച്ച് സ്ട്രെയിറ്റ് ആയിട്ട്, അതായത് ഷോൾഡറിൻ്റെ അവിടെ നിന്ന് ആം ഹോളിക്ക് കുറച്ച് സ്ട്രെയിറ്റ് ആയിട്ട് വരച്ച ശേഷം കൈക്കുഴി നമ്മൾ ഷേപ്പ് ചെയ്തെടുക്കുക. ഷേപ്പ് എടുക്കാനായിട്ട് നമ്മൾ മേളിൽ നിന്നും 14 ഇഞ്ച് എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ വണ്ണമാണ് നമ്മൾ ഷേപ്പായിട്ട് 11 ഇഞ്ച് വണ്ണവും മാർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് സ്ലിറ്റ് എടുക്കാനായിട്ട് മേളിൽ നിന്നും 21 ഇഞ്ച് എടുത്തിട്ടുണ്ട്. സ്ലിറ്റിൻ്റെ വണ്ണമാണ് 13 ഇഞ്ച് മാർക്ക് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഇതെല്ലാം കൂടി യോജിപ്പിച്ചെടുക്കാം. നമുക്ക് എത്ര ലെങ്ത്ത് വേണോ അതിൽ നിന്നും ഒരു 3-4 ഇഞ്ച് കുറവായിരിക്കണം ലൈനിങ്ങിന് വേണ്ടത്. അതെ കണ്ട, ഞാൻ മാർക്ക് ചെയ്ത് യോജിപ്പിച്ചെടുക്കാം. സ്ലിറ്റിൻ്റെ അവിടെ താഴത്തേക്ക് വേണമെങ്കിൽ വിട്ട് കൂട്ടാം. അങ്ങനെ ആകുമ്പോൾ ചിലവർക്ക് തയ്ക്കാനായിട്ടൊരു ബുദ്ധിമുട്ട് വരും. അതുകൊണ്ട് ഇങ്ങനെ വെക്കുന്നതായിരിക്കും. സ്ലീവിൻ്റെ കട്ടിങ് ഓൾറെഡി നമ്മൾ ഇട്ടിട്ടുണ്ട്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ.